അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്താണെന്ന് ഭയങ്കര ഉസ്താദ് കാര്യമായിട്ട് ഇരിക്കി. ഇരിക്കണില്ല. പുസ്തക വായനയിലാ തോന്നുന്നു. ഒന്നുമില്ല ഉസ്താദെ. ഒരു പുസ്തകം കിട്ടി. അപ്പൊ അതിരുന്നിട്ട് ഇങ്ങനെ വായിക്കായിരുന്നു. നല്ലതാണ് പുസ്തകമൊക്കെ ഇടയ്ക്ക് വായിക്കണം കേട്ടാ. ഒക്കെ അത് നല്ലൊരു ശരി. നമ്മള് വായിച്ചിട്ട് മാത്രമേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അതെ, പിന്നെ തീർച്ചയായിട്ടും അത് ഇപ്പൊക്കെ ഉള്ള കുട്ടികൾക്കും പഠിപ്പിച്ചു ഡിവിഷനല്ലേ. കൊടുക്കണം പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ആയിക്കോട്ടെ. ഇവിടെ കുട്ടികളുണ്ടല്ലോ ഇല്ലേ? ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക, പുസ്തകം വായിക്കണം. അക്ഷരം കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ആയിക്കോട്ടെ. ഇപ്പൊ എവിടേക്ക് പോയി? ഇപ്പൊ ഒരു കല്യാണം ഉണ്ട് ഇന്ന്. അതെ, ആ, വയ്യാത്തോടത്ത് പോയിരിക്കണ. വേറെ നിവൃത്തില്ല. ഇപ്പൊ പോയേ പറ്റുള്ളൂ. അപ്പൊ അപ്പൊ എങ്ങനെ ഒന്ന് പോയ പോയതാ. വണ്ടിയിലാ? ഓട്ടോറിക്ഷ വിളിച്ചു. അവിടെ പള്ളിക്കലേക്കൊന്നും അങ്ങനെ കാണില്ല മറ്റെല്ലാ ഇല്ല, ഇപ്പൊ അങ്ങനെ വരലില്ല. ഇപ്പൊ ഇവിടെ തന്നെ നിസ്കരിക്കാറ്. നടത്തത്തിന് ചെറിയൊരു നടത്തത്തിന് കാലിന്റെ മുട്ട് ഭയങ്കര വേദനയാണ് ഇപ്പാക്ക്. എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, പറയണ്ട. പിന്നെ ഞാൻ വന്നത് മനസ്സിലായില്ലേ? മനസ്സിലായി. അത് യത്തീംഖാനയുടെ ആ പിരിവിന്റെ കാര്യത്തിന് ആ വേണ്ടിട്ട്. അപ്പൊ എല്ലാ പ്രാവശ്യവും ഞാൻ വരലുള്ളതല്ലേ. അതെ, മനസ്സിലായി. പക്ഷെ ഇപ്പൊ ഇവിടെ ഇല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ തന്നാ മതിയാ. കാര്യപ്പെട്ട ഒന്നും ഉണ്ടാവില്ല. ഇപ്പാടെ എന്നാലും അത്രക്കൊന്നും. ഇപ്പൊ വന്നിട്ട് തന്നാ മതി. അതെ. വേറെന്താ വിശേഷം? എന്താണ്, കൊഴപ്പൊന്നുമില്ല. അന്റെ കെട്ടിയോ വന്നില്ലേ? ഇല്ല, വന്നിട്ടില്ല. ഇനി 4 മാസം കൂടി ഉണ്ട് വരാന്. അതെ. ഉം. അപ്പൊ എങ്ങനെയുണ്ട്? അവനോട് പറയും എന്തേലൊക്കെ കൊഴപ്പൊന്നുമില്ല. ചെയ്യാം. നമ്മളെ എത്തി കുട്ടികൾക്ക് വേണ്ടിട്ട് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സംഭവമാണ്. ഓലെന്തോ നീർച്ച ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് വിളിച്ചപ്പോ. നെയ്യത്ത് എന്തോ എന്തേലും നീയത്താക്കിക്കണ്. അപ്പൊ ഞാന് ഇപ്പാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് ഇപ്പൊ പറഞ്ഞ് ഉസ്താദിനെ വന്നിട്ട് കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ പറയാന്ന് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്തോളുണ്ട് കേട്ടാ. ആയിക്കോട്ടെ. അപ്പൊ പിന്നെ ഒന്ന് വിളിക്കുക, പറയട്ടെ ചെയ്താ മതി. ഇപ്പാന്റെ അടുത്ത് ഇല്ലേ, നമ്പർ ഇല്ലേ? ഉണ്ട്. ഇപ്പൊ വിളിക്കുന്നു കേട്ടാ. ഞാൻ പിന്നെ ആ മൊബൈൽ എപ്പോഴും കൊണ്ടടക്കലില്ല. ആ അപ്പൊ അത് കേടുവരും ചെയ്തിട്ടുണ്ടാർന്ന്. അതിന്റെ ഡിസ്പ്ലേ പോയിട്ട് അതെ. ആണ് മാറ്റാൻ കൊടുത്തേക്ക. ആ ആ പിന്നെ ഇപ്രാവശ്യം തേങ്ങയൊന്നും ഇട്ടില്ലേ മോളെ? ഇല്ല, ഇട്ടിട്ടില്ല. അത് തെങ്ങറിന് ആളെ കിട്ടിയിട്ടില്ലേ? വെറുതെ കാരണം നമ്മളിവിടെ തെങ്ങറിന്റെ ആ കോരന്റെ മോനില്ലേ, ആ സദാശിവൻ, ആ പുള്ളിക്കാരനെ കേറിണ്ടായിരുന്നത്. ആ. അതാവുമ്പോ നമ്മക്കൊരു ഇതാണ്, എല്ലാത്തിലും കേറുകയും ചെയ്യും. ഇത് അല്ല ചില ഞാൻ ഇന്ത്യക്കാരൊക്കെ ആണെങ്കിൽ തല പോയതിമേലും കേറും, ഞാൻ എല്ലാത്തിമേലും കേറും. അങ്ങനെ വിചാരിക്കും ചെയ്ത് എന്ത് ആ ഇപ്രാവശ്യം തേങ്ങയൊന്നും ആ വന്നില്ലല്ലോ, അങ്ങോട്ട് മറ്റേ അയാളുടെ പള്ളിക്കലേക്കാണ്ട് കൊടുത്താക്കല് അയാളുടെ കുറച്ച്. മോളുടെ കല്യാണാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ടിടാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആയിക്കോട്ടെ കൊടുത്തയക്കും, നിങ്ങള് ഓട്ടോറിക്ഷയിൽ സൗകര്യം കൊടുക്കും. പോലെ ചെയ്താൽ മതി എന്തായാലും ട്ടാ. ആയിക്കോട്ടെ. ആ, ഇപ്പൊ ഒന്ന് കാണണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്ത്? ഉസ്താദിനെ. എന്തപ്പോ മൊബൈലിലൊക്കെ കണ്ടില്ല നിങ്ങള്? അതിനെ കുറിച്ച് എന്താ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? എന്ത് റുസ്തമോളോ അങ്ങനെ ആ, എന്തൊക്കെയോ. റുസ്തമോള് ആ പാട്ട് ആ കുട്ടികളെ ഉസ്താദ് കുട്ടികള് ചെറുപ്പക്കാര് ഇരുന്ന് പാടണല്ലേ, ഇങ്ങനെ നേരത്തെ ഇരുന്ന് ആദ്യം ഇപ്പം പണ്ട് മൊയിലേരല്ലേ ഇരുന്ന്, ഇപ്പളല്ലേ ഇപ്പൊ പഠിപ്പിക്കാൻ പോക്ക് നിർത്തിയതും ഒക്കെ. ഇപ്പൊക്കെ ആകെ ഇങ്ങോട്ട് ചേപ്പറയിക്കണ്. ഏപ്ര ഞങ്ങൾക്കൊക്കെ ഉണ്ടെന്ന്. അപ്പൊ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ കുട്ടികൾ അത് വിചാരിച്ചിട്ടൊന്നുമല്ല, ഞങ്ങളെ മനസ്സിൽ ഒന്നുമില്ല. അതൊന്നും ഇതെന്താ പറയാ, അത് ഒരു 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 ചീത്ത ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ചെയ്താലല്ലേ. പക്ഷെ ഇപ്പൊ മനസ്സിലായി. സോഷ്യൽ മീഡിയ മൊത്തം ഉസ്താദ്മാരുടെ. സോഷ്യൽ മീഡിയ നോക്കിയിട്ട് കാര്യമില്ല കുട്ടിയെ. എല്ലാവരും ഈ ജാതിയിലുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഷെയർ ചെയ്യല്, ഇങ്ങോട്ട് ഷെയർ ചെയ്യല്, വാട്സപ്പിൽ അയക്കല്. എന്താ ഇപ്പൊ ചെയ്യണ്? അത് അങ്ങനെ ഒരു ലോകം. അല്ല, അത് ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഓരോന്ന് കേട്ടിരുന്നു. ഇപ്പൊ എല്ലാരും ഇപ്പൊ അങ്ങനെയാണെന്ന് നമ്മള് പറഞ്ഞില്ല. എന്നാലും ഇതിപ്പോ മൊത്തം ഉസ്താദുമാരുടെ മേത്തേക്ക് സംഗതി വരുന്നൊരു. സത്യാണ്. ഇത് മൊത്തം എല്ലാവർക്കും ഒരു നാണക്കേടായിട്ടുണ്ട്. അതെ. പക്ഷെ അത് ആ കുട്ടികളിപ്പോ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ആ കുട്ടികൾക്ക് അതില് പ്രത്യേകിച്ചൊരു റോളില്ല. അവരത് എന്തോ ഒരു ഏത് സ്ഥലത്തുള്ള മക്കളാന്ന് അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞോ? ഇവിടെയുള്ള ഇപ്പൊ കുട്ടികളാണ്. നാളെ കുട്ടികൾ കണ്ടുകൊണ്ടിരുന്നപ്പോ ഞാനൊന്ന് എത്തിയൊക്കെ അതിന് പിന്നെ കൊറേ ചിത്താറിനെ. അതിലൊന്നും കാര്യമില്ല. ഇതാണ് അവരത് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ചെയ്തതല്ല. ആ കൂട്ടത്തിൽ ഒരു കെട്ടിപ്പാട്ട് പാടുന്നതിൽ അങ്ങോട്ട് പാടി. അപ്പൊ അതില് ചില പക്ഷെ വാക്കുകൾ അതിലെന്തോ പച്ചത്തെറിയൊക്കെ പറയണ്ടത്ര ഉസ്താദ്. പച്ചത്തെറിയൊന്നുമില്ല. ചില വാക്കുകൾ അർത്ഥം വ്യാഖ്യാനിക്കാലോ നമുക്ക്. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് വേറെ ചില ആൾക്കാർ, പിന്നെ സോഷ്യൽ മീഡിയ അറിയാലോ, വ്യാഖ്യാനത്തിന്റെ ഒരു കേന്ദ്രമാണല്ലോ. ഉം അവിടെ അങ്ങനെ പറയുക എന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഉം ഇപ്പോ കുട്ടികൾ ഒന്ന് 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 ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നതിൽ ഉം ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരുന്നു. കാരണം ഇങ്ങനെയൊക്കെ മൊബൈൽ എടുത്തിരുന്ന കാലല്ലേ, ആ, എല്ലാം ശ്രദ്ധിക്കണ്ടേ. പിന്നെ ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുമെന്ന് അവരും കരുതിയിട്ടുണ്ടാവൂല. ഉം പിന്നെ ഇപ്പൊ എല്ലാ ഉസ്താക്കന്മാരെയും ആൾക്കാർ ഇപ്പൊ ഇതാ പറയണ്, ഒരു ആ തെങ്ങിന്റെ മുകളിൽ ഒരു പേട്ട് തേങ്ങ ഉണ്ടായിച്ചിട്ട് എല്ലാം പേട്ട് തേങ്ങയാണ് എന്നുള്ളത് പറയുന്നത് ശരിയല്ലല്ലോ നമ്മള്. അത് അത് ശരിയല്ല. പിന്നെ വേറൊന്നും കൂടി ഉണ്ടേ. ഇപ്പൊ അവര് ഇപ്പൊ ചെയ്തത് തെറ്റാണ്. അവര് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു. അവരടുത്ത് ഒരു തെറ്റ് പറ്റിപ്പോയി. പക്ഷെ ഈ തെറ്റ് പറ്റിപ്പോയതിന്റെ പേരില് ആ കുട്ടികളെനെ എത്ര ആൾക്കാരാ പരിഹസിക്കണതും കമന്റ് എന്തോ ബോക്സ് തുറക്കാൻ നിവർത്തില്ല അത്ര. അവരുടെ എന്താ പറയാ, തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിക്കുക, അതുപോലത്തെ അങ്ങനത്തെയൊക്കെയുള്ള ഇടപാടുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ ഒരാളെ ഇങ്ങനെ പരിഹസിക്കാൻ പാടില്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, അത് ആ കുട്ടികൾക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതങ്ങോട്ട് വിട്ട് കളയുക. അല്ലാതെ നമ്മൾ ഒരു മനുഷ്യൻ മറ്റുള്ള ഒരു ആൾക്കാരെ പരിഹസിച്ചിട്ടും അല്ലാതെ അങ്ങോട്ട് കൊല്ലുമ്പോൾ
ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ പച്ചമാംസം തിന്നണതിന് തുല്യാണത്. അങ്ങനെ പരിഹസിക്കാൻ പാടില്ല. അങ്ങനെ ഇപ്പൊ പരിഹസിച്ചേനല്ലേ ഇപ്പൊ വലിയ വലിയ മുതലാളികളൊക്കെ ഇപ്പൊ ജയിലിൽ പോയിട്ട് തിരിച്ചു അതുകൊണ്ട് അത് വേറൊരു കഥ. ഇതൊക്കെയാണ് പറയണത്. നമ്മൾ എന്തൊരു വാക്ക് ഒരാളോട് പറയുമ്പോഴും, ഇപ്പൊ ഈ മൊലിയാർ കുട്ടികളുടെ കാര്യം പറഞ്ഞ മാതിരി തന്നെ അവർ ആ പാട്ട് കെട്ടിപ്പാട്ട് പാടിയ പോലെ, നമ്മൾ എന്തൊരു വാക്ക് ഒരു അന്യനോട് നമ്മൾ പറയുമ്പോഴും നമ്മൾ ഒന്ന് ചിന്തിക്കണം, എന്താണ് നമ്മൾ പറയണത്. ഈ പറഞ്ഞ വാക്ക് ഇവിടം കൊണ്ട് നിൽക്കുവോ? ഇവിടെ കൊണ്ട് നിൽക്കൂലല്ലോ. ഇപ്പൊ എന്ത് പറഞ്ഞാലും സോഷ്യൽ മീഡിയ ആണ്, ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഇപ്പൊ എല്ലാ കാര്യങ്ങളും. ഒന്നില്ലെങ്കിൽ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഉണ്ടാവും, ഇല്ലാച്ചാൽ ഉണ്ടാവും ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് ഉണ്ടായിരുന്നല്ലോ, ഒരു മനസമാധാനം ഉണ്ടായിരുന്നു സത്യത്തിൽ. എന്ന് വെച്ചിട്ട് ഇതിന് അംഗീകരിക്കാനും പറ്റില്ല. ഇപ്പോഴത്തെ ടെക്നോളജി അല്ലേ, നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റൂ. അത് നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം, അനാവശ്യത്തിന് എടുത്തേക്കുകയും ചെയ്യാനൊരു കാര്യം ഉണ്ടല്ലോ. എന്തായാലും ആ ഉസ്താദെ, അതുപോലെ തന്നെ എന്റെ മൂത്ത ആങ്ങളെ റഹ്മാൻക്കല്ലേ, റഹ്മാൻ ഖാന്റെ മൂത്ത മകന് ഓന് ഇപ്രാവശ്യം 10ലാണേ. ഓന് സ്കൂളിൽ നിന്ന് ടൂർ താമസിക്കണല്ലേ. ഓലെന്നെ. അപ്പൊ ഓലെ മൂത്ത മകന് ഓന് ഇപ്രാവശ്യം ടൂർ പോയിണ്ടായിരുന്നു. 10ലാണേ. ടൂറ് പോയ സമയത്ത് എന്തോ ഓൻ റൂമിൽ കേറി. ടൂറിന്റെ സമയത്ത് ഊട്ടിയിലേക്കാ തോന്നുന്നു ടൂറ് പോയത്. സമയത്ത് റൂമിൽ കയറിയപ്പോ കുട്ടികളുടെ കയ്യിൽ കഞ്ചാവും ഉണ്ട് അത്ര. ഈ തലക്കാണി പോലുള്ള സാധനം, അതിന്റെ പേരിക്കും അറിയില്ല ഓനിക്കും അറിയില്ല. തലക്കാണി, പിന്നെ അതുപോലെ തന്നെ എന്തോ ഒരു കല്ല് പോലത്തെ സാധനം പൊട്ടിച്ചിട്ട് മക്കൾ എന്തൊക്കെ ചെയ്യും. അതൊക്കെയാണ് അങ്ങനെ എന്തോ അതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കഞ്ചാവും ഉണ്ട്. ഞാൻ എന്റെ കുട്ടികളോട് എപ്പോഴും പറയും, മക്കളെ നിങ്ങള് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ഓരോന്ന് ഇങ്ങനെ മുട്ടായും കാര്യങ്ങളൊക്കെ തന്നിട്ടാണല്ലോ ഇതിൽക്കൊക്കെ പെടുത്തുന്നത്. എന്താ ഇപ്പൊ നമ്മള് ചെയ്യതിന്? നമ്മളിപ്പോ മോളെ മദ്രസയിൽ കുട്ടികൾക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ചെറിയ ചെറിയ കുട്ടികളും വലിയ കുട്ടികളും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒക്കെ ഒന്ന് പറഞ്ഞു നമ്മളെ മക്കളെങ്കിലും നമ്മള് പറഞ്ഞു മനസ്സിലാക്കിയാലും എത്ര മുന്തിരിച്ചാറുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തുള്ളി വിഷം അതിൽ വീണാ പിന്നെ ആ മുന്തിരിച്ചാറ് കുടിക്കാൻ പറ്റൂലല്ലോ. അതന്നെയാണ് അവസ്ഥ. അപ്പൊ ഇതിപ്പോ ഏതെങ്കിലും ഒന്ന് ഒരു കൂട്ടം, പിന്നെ ബിറ്റേനെയൊക്കെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് നടക്കണ കുറച്ച് ആൾക്കാരെ ഏജന്റുമാരും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കണം. നമുക്കറിയില്ല. ഈ കുഞ്ഞു കുട്ടികളെ പേപ്പിച്ചിട്ട് ഇതൊക്കെ സർക്കാരാണ് നോക്കേണ്ടത്. ശരിക്കും സർക്കാർ ഇതിന് കൃത്യമായിട്ട് ബോധവൽക്കരണം ഉണ്ടാക്കണം. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും പോലീസുകാരുടെ ഇടയിൽ നിന്നൊക്കെ ഇതിന് സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം. അല്ലാതെ കുട്ടികളാണ്ട് സ്കൂളിലേക്ക് പോവുക, അപ്പൊ തന്നെ ഈ സ്കൂളിന്റെ പരിസരത്ത് കുറെ ആൾക്കാർ വന്നിട്ട് ഈ കുട്ടികളെ സോപ്പിട്ടിട്ട് ഇങ്ങനെ കൊടുക്കുകയാണെ, വീട്ടിൽ നിന്ന് പൈസ കട്ടെടുത്തിട്ടൊക്കെ കൊണ്ടുപോണ കുട്ടികള്. നമ്മളവിടെ അല്ലേ ആ വല്യപ്പാനി വല്യമാനി. പിന്നെ ഇവിടെ അല്ലേ സ്വന്തം വല്യപ്പാനും വല്യമാനും തല തല്ലി തകർത്തിട്ടാണ് കൊന്നു കളഞ്ഞു എന്നുള്ള കുറച്ച് കായ്ക്ക് വേണ്ടിയിട്ട്. ആ വല്യമ്മയും വല്യപ്പയും അതിനെ എങ്ങനെ പേരക്കുട്ടിയാ എങ്ങനെ നോക്കി ഉണ്ടാക്കിയാവെന്ന് ആലോചിച്ചിട്ടുണ്ടാ. ആ ഒരു അതൃപ്പത്തിന്റെ പുറത്ത് അവറ്റങ്ങള് അന്ന് രാത്രിയാകുമ്പോ ഓനെ അവിടെ വീട്ടില് താമസിപ്പിച്ചതാണ്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ തന്നെ ഇവിടെ നടക്കണം. അത് ഇതൊക്കെ തന്നെയാണ്. എന്താ ഈ കള്ളും കുടിക്കുക, ഈ പറഞ്ഞ ATM കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുക, ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് കണ്ണി കണ്ട നേർച്ചപ്പോ പുതിയങ്ങാടി കണ്ടില്ലേ, ഒരു കുടുംബനാഥൻ അങ്ങോട്ട് ഇല്ലാതായി പോയില്ലേ. എന്താ ചെയ്യ കുട്ടിയെ? ആനപ്പൂര അത്ര ആന വന്ന ഈ ആനക്ക് വിയർപ്പില്ലാത്തൊരു ജീവിയാണ്. ആനക്ക് വിയർപ്പില്ലല്ലോ, അതിന് വിയർപ്പ് ഗ്രന്ഥി ഇല്ല. അത് കറുപ്പ് കളറാ. അതിന്റെ മേത്ത് ഈ ചൂടും അതിന്റെ മുകളിലൊരു ലോഹത്തിന്റെ ചട്ടയും, പിന്നെ ഒരു 14 ആൾ അതിന്റെ മുകളിൽ കയറി കുത്തിരിക്കുക, ഒരു കൊട അതിന്റെ മുതുകത്ത് ഇങ്ങനെ നാട്ടുക. ഒരു ആനക്ക് ഇതൊക്കെ ഒരു ജീവിയാണത്. അതൊക്കെ സഹിക്കാം. ഈ കാതടപ്പിക്കണ സൗണ്ടിൽ ഇങ്ങനെ ബാൻഡും പിന്നെ എന്തൊരു ഡോലക്ക എന്താ പറയാ, നാസിക് ഡോല്, ഇങ്ങനത്തെ ഈ സാധനമൊക്കെ ആയിട്ട് ആണും പെണ്ണും ഇങ്ങനെ കൂത്താടിയിട്ട് നടക്കുക. ഈ കൂട്ടത്തിന്റെ ഇടയ്ക്ക് ആനയും കണ്ട് വെപ്രാളപ്പെട്ടിട്ട് ആനക്കണ്ട് മതം പൊട്ടി എന്ത് ചെയ്യും? ഇജ്ജ് കണ്ട ആളേനെ ഇങ്ങനെ ചുഴറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ ഒരൊറ്റ നോട്ടേ ഞാൻ നോക്കിയുള്ളൂ. ഒരൊറ്റ പ്രാവശ്യം ഞാൻ കണ്ടുള്ളൂ. എനിക്കത് കൂടുതൽ കാണാൻ പറ്റിയില്ല. നമ്മള് ഇതിനിപ്പോ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷം ഉണ്ടാവും. നേർച്ച നടത്തണം എന്ന് പറയുന്നവരുണ്ടാവും, നടത്തണ്ടെന്ന് പറയുന്നവരുണ്ടാവും. നേർച്ച നടന്നോട്ടെ, അതിന് നമുക്ക് വിരോധമില്ല. അവിടെ അന്നദാനോ നേർച്ചയോ കാര്യങ്ങളൊക്കെ നടന്നോട്ടെ, നല്ല കാര്യല്ലേ. ഒരാളുടെ വിശപ്പ് മാറണതല്ലേ. ഇത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ഒരു സാധു ജീവിയെ കൊടുത്തിട്ട് ഒന്നല്ല എത്ര ആനകളാണ് നിൽക്കുന്നത്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂട് സഹിക്കാൻ വയ്യാണ്ട് ഈ ശബ്ദം കേട്ടിട്ട് ആനയുണ്ട് ഓടിയ എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ പറയട്ടെ, ഏത് നേർച്ചയൊക്കെ തുള്ളി കളിക്കണവരൊക്കെ ബോധമുള്ളത്. എന്താ പറയാ, ഞാന് ഇന്നലെ വൈകുന്നേരം ഞാൻ ബസ്സിൽ പോവാണ്. ഞാനേ അത്താണിക്കൽ എത്തിയപ്പോ അവിടുന്ന് കുറച്ചങ്ങോട്ട് കഴിഞ്ഞ്
അത്താണിയും കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് കഴിഞ്ഞിരിക്കണ്. അവിടെ എന്തൊരു പൂരോ നേർച്ച എന്തേ ഉണ്ട് എനിക്കറിയില്ല. ഉം. അപ്പൊ ഒരു ചങ്ങായി ഇങ്ങനെ ഡോർമ കൊട്ടുണ്ട്. ഞാൻ ബസ്സിലാ, ഡോർമ കൊട്ടുണ്ട്. അപ്പൊ ഞാനാണ് ഇതിന്റെ അടുത്തിരിക്കണത്. ഞാനത് തുറന്നു. അപ്പൊ എന്നോട് കണ്ടക്ടർ ഇങ്ങനെ കാട്ടി തുറക്കല്ലേന്ന്. നോക്കുമ്പോ എന്താ കള്ളാന്നറിയില്ല കഞ്ചാവാന്നറിയില്ല, ആദ്യം മറിഞ്ഞിട്ടായിരുന്നു ഈ ആൾക്കാര്. ഇതൊക്കെ പിന്നെ ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ആൾക്കൂട്ടുണ്ടാവണോടത്തെ ഒരു ലഹരിയാണല്ലോ ഇതൊക്കെ. ആളും ബഹളും ഈ ചെണ്ടമേളവും ബാൻഡുമേളവും ഈ പാട്ടും കൂത്തും. അപ്പൊ അതിന്റെ ഒപ്പം ലഹരിയും ഇങ്ങനെ കഴിക്കണേ. ഇത് ചോദിച്ചാ പറയും ഇത് സർക്കാർ വരുന്ന കള്ളല്ലേ, ഞങ്ങൾ കുടിക്കണേന് നിങ്ങൾക്ക് എന്താ ഞങ്ങളെ കൈ കൊടുത്തിട്ടില്ല. എന്താ പിന്നെ ഇപ്പൊ അതിന് മറുപടി പറയാ? അതിനിപ്പോ ഒരു മറുപടി ഇല്ല നമുക്ക്. നമ്മള് ശ്രദ്ധ പാലിക്കുക, നമ്മളെ വീട്ടിലെ നമ്മളെ മക്കളെ നമ്മള് നോക്കുക. ഇപ്പൊ അങ്ങനെ വീട്ടിലാണെങ്കിൽ തന്നെ എന്താണ് ഇജ്ജ് എവിടക്ക പോയിണ്ടായിരുന്നു, ഇജ്ജ് എന്താ 6 മണിക്ക് വരാഞ്ഞത്, അല്ലെങ്കിൽ ഇജ്ജ് എവിടെ 10 മണി വരെ എനക്ക് എന്താ പണി, ഇല്ലെങ്കിൽ ഓനെ എവിടെ അവിടേക്ക് അന്വേഷിച്ച് പോകണം, ചോദിച്ചു നോക്കണം, വേണം. മക്കള് വരുമ്പോ അത് അറിയണം. മക്കളെ ബാഗ് എനക്ക് പൈസ കിട്ടിയത് വേണം. നമ്മളെ കുട്ടി നല്ല കുട്ടിയായിരിക്കും, പക്ഷെ എന്നാലും അവന്റെ ബാഗ് നമ്മൾ പരിശോധിച്ചു നോക്കണം. എന്തേലും അസ്വാഭാവികമായിട്ട് എന്തേലും സാധനം അതിലുണ്ടോ? അത് നമ്മൾ നോക്കണം. അത് ഇങ്ങനെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലാതെ നമുക്കിപ്പോ കുടുംബത്തിൽ നിന്ന് ഇത് പറഞ്ഞു കൊടുക്കുക അല്ലാണ്ട് വേറെ നാട് മുഴുവൻ നടന്നിട്ട് നമുക്കിത് പറയാൻ പറ്റുമോ? ഒരാളെ കൊണ്ട് കൂട്ടിയാ കൂടണല്ലേ പറ്റുള്ളൂ. ഇപ്പൊ ഞമ്മക്ക് പറ്റണ എന്താ, നമ്മൾ മദ്രസയിൽ പഠിപ്പിക്കുന്ന ആളാണ്, അവിടെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. അതെന്തായാലും കുട്ടികളെ ചെയ്യരുത് എന്ന് പറഞ്ഞ് ബോധവൽക്കരിക്കാനേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ നന്മകൾ ചെയ്യുക, നമ്മൾ ചെയ്യണത് മാതൃകയൊക്കെ കുട്ടികള്. ഇതേ ഉള്ളൂ, വേറെ എന്താ ചെയ്യാ? എന്തിനും ഉണ്ടാവുമല്ലോ 2 പക്ഷം. എന്ത് പറഞ്ഞാലും ഇപ്പൊ നമ്മളൊരു നല്ല കാര്യം പറഞ്ഞാലും ഉണ്ടാവും 2 വർഷം. ഉണ്ടായിരിക്കാൻ നല്ലത്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ കമാന്നൊരു അക്ഷരം ഉണ്ടായിരിക്കാൻ. പക്ഷെ അങ്ങനെയല്ല കുട്ടിയെ, മുണ്ടോടത്ത് മുണ്ട് തന്നെ വേണേ. മുണ്ടിയിട്ടില്ലാച്ചെങ്കിലും പ്രശ്നമാണ്. ഇപ്പൊ നമ്മളിത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലാച്ചെങ്കിലോ ഒരു ഇനിയിപ്പോ മക്കളെ അവനാ നോക്കുക, തള്ളാരും തന്താരും നോക്കുക തന്നെ. ഒരു വലിയ നല്ലൊരു പ്രായത്തോളം ഒറ്റകൾക്ക് ബുദ്ധി ഉറക്കോളം ഒറ്റകൾ മെനക്കെട്ട് നോക്കുക തന്നെ വേണം. അങ്ങനെ അയച്ചിട്ടാന്ന് ഒരു കാര്യം. നേരം വൈ കുട്ടിയെ, ഞാനേ പോട്ടെ. എന്തായാലും ഈ കുട്ടികളൊക്കെ നന്നായി ശ്രദ്ധിക്കും. പിന്നെ പാപ്പ വന്നാ പറയട്ടാ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പിന്നീട് വന്നോളാം. ഉസ്താദ് ഒന്ന് വന്നാലിരുന്നാലിട്ട് അപ്പൊ വിളിക്കണം എന്നൊക്കെ കെട്ടിയോ വിളിക്കുമ്പോ ഞാൻ ചോദിച്ചു കയറി. ശരി എന്നാട്ടാ. അസ്സലാമു അലൈക്കും.